റൈറ്റ്, ന്യൂസ് 18 കേരളമായിരുന്നു ഈ ഞെട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇനി ഈ വിഷയത്തിന്മേൽ വിവിധ നേതാക്കളുടെ പ്രതികരണം എന്ത് എന്നത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു പ്രതികരണം മാത്രമേ ഉണ്ടാകൂ എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അപ്പോഴും KPCC അധ്യക്ഷന്റെ വിശ്വസ്തൻ കൂടിയായ അദ്ദേഹത്തിന്റെ മുൻ സ്റ്റാഫ് അംഗം കൂടിയായ വിപിന്റെ വെളിപ്പെടുത്തൽ എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഈ വാർത്ത പുറത്തുവിട്ട ഡാൻ തന്നെയാണ് ചേരുന്നത്. ഡാൻ, ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധിയായ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇങ്ങനെയൊരു വാർത്ത പുറത്തുവിടുക ഈ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യം എന്ത് എന്നത് തീർച്ചയായും നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ എതിരെ നിലകൊള്ളേണ്ടവരും അത് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കേണ്ടവരുമാണ്. പക്ഷേ അപ്പോഴും ഈ അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ പിന്തുടരുന്നവർ ഉണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ എന്നത് മാത്രവുമല്ല, പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിനെ അപായപ്പെടുത്താൻ ഇത്തരത്തിൽ കൂടോത്രം നടത്തുന്നു. അതും അദ്ദേഹത്തിന്റെ തന്നെ കേന്ദ്രങ്ങളിൽ നിന്ന് എന്നായിരുന്നു നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും നമുക്കതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങളിലേക്ക് പോകേണ്ടി വരും, കൂടുതൽ വ്യക്തത കൈവരുത്തേണ്ടത് വരും. ഇപ്പോഴിതാ ഡാൻ സംസാരിച്ചത് ഇതേ സുധാകരന്റെ തന്നെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സുധാകരന്റെ ജിഹ്വയായി പ്രവർത്തിക്കുന്ന, അദ്ദേഹത്തിന്റെ ശരീരമായും കൈയായും മെയ്യായും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നതാണ് വിപിൻ എന്ന് രാഷ്ട്രീയ മേഖലകളിൽ ഉള്ളവർക്ക്, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ കൃത്യമായി അറിയാം. അപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്താണ് സുധാകരൻ അടക്കം ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത്? ആ ക്യാമ്പുകൾ ഈ കൂടോത്ര വിവാദത്തിൽ എന്ത് പ്രതീക്ഷിക്കുന്നു, എന്ത് കരുതുന്നു? അതല്ലേ യഥാർത്ഥത്തിൽ വിപിൻ പറഞ്ഞത്? അഭിലാഷ്, KPCC അധ്യക്ഷൻ K. സുധാകരൻ കൂടോത്രത്തിൽ താൻ വിശ്വസിക്കുന്നുണ്ടെന്നോ കൂടോത്രത്തിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നോ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ നാടാലിലുള്ള വസതിയുടെ കന്നിമൂലയിലെ മൂതടി താഴ്ചയിൽ കൂടോത്രം കുഴിച്ചിട്ട വ്യക്തി, അവർ കൃത്യമായി കൂടോത്രത്തിൽ വിശ്വസിച്ചിരുന്നവരാണ്. ആ കൂടോത്രം ചെയ്താൽ K. സുധാകരനെ ദുർബലപ്പെടുത്തി ആരോഗ്യം നിർജ്ജലാവസ്ഥയിലാക്കി അദ്ദേഹത്തെ കൃത്യമായി ഇല്ലാതാക്കാൻ കഴിയും, അബോധാവസ്ഥയിലാക്കാൻ കഴിയും, അപായപ്പെടുത്താൻ കഴിയുമെന്ന കൃത്യമായ ധാരണയോടെ തന്നെയാണ് ഈ കൂടോത്രം ചെയ്തത് എന്ന് തന്നെയാണ് നമുക്ക് വിപിൻ മോഹൻ നൽകിയ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്ന കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത കോളിളക്കമുണ്ടാക്കും കൊടുങ്കാറ്റായി ഈ വെളിപ്പെടുത്തൽ മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇന്നലെ വരെ കോൺഗ്രസിന്റെ നേതാക്കൾ രഹസ്യമായോ പരസ്യമായോ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിനെതിരെ ഇതുമായി ബന്ധമില്ല, ഒരു കോൺഗ്രസ് നേതാവ് KPCC അധ്യക്ഷനെതിരെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു. പക്ഷേ K. സുധാകരനോട് ഒപ്പം ഈ കൂടോത്രം കണ്ടെടുക്കുന്ന സമയത്ത് K. സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒപ്പം ഉണ്ടായിരുന്ന വിപിൻ മോഹനാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ K. സുധാകരനോടൊപ്പം നിന്ന വിപിൻ മോഹനാണ് നമുക്ക് നിർണായകമായ ഈ വെളിപ്പെടുത്തൽ നൽകിയിരിക്കുന്നത് എന്നത് തന്നെയാണ് ഈ വാർത്തയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇനി അങ്ങോട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവാത്ത സാഹചര്യം വരും. കൃത്യമായ ഇടപെടൽ നടത്തേണ്ടി വരും, നിലപാട് വ്യക്തമാക്കേണ്ടി വരും. KPCC അധ്യക്ഷൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണ് ഇതിന് പിന്നിലെന്ന കാര്യം. എനിക്ക് വിപിനുമായി സംസാരിച്ചപ്പോൾ ഇന്ന് പുലർച്ചെയാണ് നമുക്ക് വിപിൻ മോഹനുമായി ഇത്തരത്തിലൊരു അഭിമുഖം എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കൃത്യമായി KPCC അധ്യക്ഷന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് ആരാണ് എന്നാണ് അദ്ദേഹം നൽകുന്ന സൂചനകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം. പക്ഷേ ഇപ്പോഴും പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് KPCC അധ്യക്ഷൻ കടന്നു വരാത്തത് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് പാർട്ടിയെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും KPCCക്കും ഹൈക്കമാൻഡ് നേതൃത്വത്തിനും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിപിൻ മോഹൻ. K. സുധാകരന് പുറമെ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്നപ്പോഴും സമാനമായ തരത്തിൽ അവർക്കെതിരെയും കൂടോത്ര പ്രയോഗം നടന്നിരുന്നുവെന്ന് രഹസ്യമായും പരസ്യമായും ഈ നേതാക്കളൊക്കെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട K. സുധാകരനെതിരെ മാത്രം നടന്നൊരു നീക്കമല്ല. KPCC അധ്യക്ഷ സ്ഥാനത്ത് എത്തിയ മുഴുവൻ പേരെയും സമാനമായ തരത്തിൽ ദുർബലപ്പെടുത്താനുള്ള നീക്കം നടന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്ന പരാതിയുമായാണ് വിപിൻ മോഹൻ ഹൈക്കമാൻഡ് നേതൃത്വം അങ്ങനെ ഒരു പരാതി നൽകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇപ്പോൾ